എല്ലാവർക്കും കുക്ക് ടെയിൽസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കേരള സ്റ്റൈൽ പൊട്ടറ്റോ സ്റ്റൂ ആണ്. അതെങ്ങനെയാണ് പെട്ടെന്ന് തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 7-8 ചെറിയുള്ളി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി നിർബന്ധമില്ല കേട്ടോ, സാധാരണ സവാള മാത്രം ആണ് ചേർക്കാറ്. സവാള ഒരു മീഡിയം സൈസുള്ള ഒരു സവാള അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി, അതും ഓപ്ഷണലാണ്. പിന്നെ 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം നന്നായി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക്, പിന്നെ നമുക്ക് 3-4 തൊണ്ട് കറിവേപ്പില, ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ 3 എണ്ണം, പിന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ കുക്കറിൽ ഒരു 4 വിസിൽ വരെ വേവിക്കണം. കുറച്ച് കറിവേപ്പില ഞാൻ പിച്ചിടുന്നുണ്ട്. ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഒരു 4 വിസിൽ കഴിഞ്ഞിട്ട് സ്റ്റീം എല്ലാം പോയിട്ട് നമുക്ക് തുറന്നു നോക്കാം. ഇനി വേണ്ടത് 1.5 കപ്പ് നാളികേരപ്പാലാണ്. 1-ാം പാല് 2-ാം പാല് അങ്ങനെ ഇല്ല. ഞാൻ കുറച്ച് നാളികേരം, അതായത് 1 കപ്പോളം നാളികേരം ചെറിയ ജാറിലിട്ടിട്ട് അതിലോട്ട് ഒരു വലിയ ഏലക്കായ കൂടി ഇട്ടു. ഒരു നല്ല ഫ്ലേവർ കിട്ടും നമ്മുടെ കറിക്ക്. അത് 2 പ്രാവശ്യം, ആദ്യം നന്നായി വെള്ളം ചേർത്ത് അരിച്ചതിന് ശേഷം അതേ നാളികേരം വീണ്ടും ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരച്ചിട്ടാണ് 2 പ്രാവശ്യമായിട്ട് അരച്ചിട്ട് ഒറ്റ പാലായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു കുഴുതലോ വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് കുറേശ്ശെ ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ല ഒരു ടേസ്റ്റും കൊഴുപ്പും ഉണ്ടാവുള്ളൂ. മുഴുവനായിട്ട് ഉടയ്ക്കണം എന്നല്ല, കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കുക. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇത് നിർബന്ധമില്ല, പക്ഷേ ഇത് ഇടുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറാണ്. പ്രത്യേകിച്ചും നമ്മളിത് അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ആ കുരുമുളക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. സാധാരണ ഇത് ചോറിന് വലിയ നല്ല കോമ്പിനേഷൻ അല്ല. അപ്പോൾ നമ്മുടെ ഇഷ്ടം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ തന്നെ ചേർക്കുക കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ കൃത്യം ഒരു മണവും ടേസ്റ്റും വരുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരത്തേക്ക് അടച്ച് വെക്കണം. ആ പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഫ്ലേവർ കറിയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് പൊട്ടറ്റോ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ആകെ കൂടി ഇത്തിരി താമസം വരുന്നത് അത് അരിഞ്ഞെടുക്കാനും പിന്നെ നാളികേരപ്പാൽ എടുക്കാനാണ്. പക്ഷേ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനും, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈസി ആയിട്ടുള്ള കേരള പൊട്ടറ്റോ സ്റ്റൂ കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.